സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കും സ്ഥിര നിക്ഷേപ അക്കൗണ്ടുകൾക്കും 4 വരെ നോമിനികളാകാം. ബാങ്ക് അക്കൗണ്ടിനും നിക്ഷേപ അക്കൗണ്ടിനും ലോക്കറുകൾക്കും നോമിനികൾ 4 പേർ വരെയാകാം. ഇപ്പോൾ ഒരു നോമിനിയെ മാത്രമാണ് അനുവദിക്കുക. നോമിനികൾക്ക് തുല്യമായോ ക്രമാനുസരണമോ നിർദ്ദേശിക്കുന്ന മറ്റ് വ്യവസ്ഥയിലോ ഈ സ്വത്തിൽ അവകാശമുണ്ടായിരിക്കും. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളടക്കം പെരുകുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ ബാങ്കിംഗ് നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. കേവലം ഓവർടേക്ക് ചെയ്യൽ അമിതവേഗവും അശ്രദ്ധയുമാകില്ലെന്ന് സുപ്രീം കോടതി. ഓവർടേക്ക് ചെയ്തുവെന്നതിനെ അമിതവേഗമോ അശ്രദ്ധയോ ആയി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ദിശ തെറ്റിച്ചു വന്ന ട്രാക്ടർ ഇടിച്ചുണ്ടായ അപകടത്തിലെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. ക്രെഡിറ്റ് സ്കോറിന് 1 മാസം കാക്കേണ്ട. പുതിയ ക്രെഡിറ്റ് സ്കോറിനായി ഇനി 1 മാസം കാത്തിരിക്കേണ്ട. നിലവിൽ ബാങ്കുകളടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ മാസത്തിലൊരിക്കൽ മാത്രമാണ് ഉപയോക്താക്കളുടെ വായ്പാ വിവരങ്ങൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുമായി പങ്കുവെക്കുന്നത്. 2025 ജനുവരി 1 മുതൽ 2 ആഴ്ച കൂടുമ്പോൾ ഈ വിവരം കൈമാറണമെന്ന് RBI ഉത്തരവിട്ടു. വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞവർക്ക് 1 മാസം കാത്തിരിക്കാതെ തന്നെ പുതിയ സ്കോർ ലഭിക്കും. നഷ്ടപരിഹാര അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനികളോട് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴക്കെടുതിക്ക് ഇരയായവരുടെ നഷ്ടപരിഹാര അപേക്ഷകൾ പെട്ടെന്ന് പരിഗണിക്കണമെന്ന് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. LIC, നാഷണൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് എന്നിവയ്ക്കാണ് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന ഉപയോക്താക്കൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ LICയോട് നിർദ്ദേശിച്ചു. ഇതിനായി സമർപ്പിക്കേണ്ട രേഖകളടക്കമുള്ള നിബന്ധനകളിൽ ഇളവുകളും പ്രഖ്യാപിച്ചു. മുദ്രാ വായ്പ തിരിച്ചടച്ചവർക്ക് 20 ലക്ഷം രൂപയുടെ പുതിയ വായ്പ കിട്ടും. തരുൺ വിഭാഗത്തിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപയുടെ വായ്പകൾ തിരിച്ചടച്ചവർക്ക് മുദ്രാ വായ്പയായി ആവശ്യമെങ്കിൽ 20 ലക്ഷം രൂപ വരെ ലഭിക്കും. ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ 10 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് മുദ്രാ വായ്പാ പദ്ധതി. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം നടത്തുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ ഉന്നത വിദ്യാഭ്യാസ വായ്പ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം നടത്തുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ ഉന്നത വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിവർഷം 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ നേട്ടം ലഭിക്കും. നിലവിൽ ഒരു സർക്കാർ പദ്ധതിയിലും ഭാഗമാകാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാകും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. നിലവിൽ 4 ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പകൾക്ക് ഈട് നൽകേണ്ടതില്ല. 4 മുതൽ 7.5 ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പകൾക്ക് ജാമ്യക്കാരന്റെ ഈട് നൽകേണ്ടതുണ്ട്. അനധികൃത മാലിന്യ ശേഖരണം നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. അനധികൃതമായി ശേഖരിക്കുന്ന മാലിന്യം ജലാശയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും തള്ളുന്നവരെ പിടികൂടി കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ശുചിത്വ മിഷൻ അംഗീകരിച്ച ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഒഴിവാക്കി വ്യക്തികളും സ്ഥാപനങ്ങളും അനധികൃത ഏജൻസികൾക്ക് മാലിന്യം കൈമാറുന്നുണ്ട്. മാലിന്യങ്ങളോ വിസർജ്യ വസ്തുക്കളോ ജലാശയങ്ങളിലോ ജലസ്രോതസ്സുകളിലോ ഒഴുക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നിലവിൽ വന്ന നിയമമനുസരിച്ച് ഈ കുറ്റത്തിന് 10,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാൻ വ്യവസ്ഥയുണ്ട്. 6 മുതൽ 1 വർഷം വരെ തടവു ശിക്ഷയും അനുഭവിക്കണം. ഫാസ്ടാഗ് വാഹനത്തിന്റെ മുൻവശത്തല്ലെങ്കിൽ ഇനി മുതൽ ഇരട്ടി ടോൾ നൽകേണ്ടി വരും. ഫാസ്ടാഗ് മുൻവശത്ത് പതിപ്പിക്കാതെ ടോൾ പ്ലാസയിലെത്തുന്ന വാഹനങ്ങൾക്ക് ഇനി മുതൽ ഇരട്ടി തുക ടോൾ നിർബന്ധമാക്കി ദേശീയപാത അതോറിറ്റി. ഇത്തരം വാഹനങ്ങളുടെ നമ്പർ സഹിതമുള്ള ദൃശ്യം പകർത്തും. ഫാസ്ടാഗ് മുൻവശത്ത് പതിപ്പിക്കാത്ത വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ മറ്റു വാഹനങ്ങൾ സുഗമമായി കടന്നുപോകുന്നതിന് തടസ്സമാകുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഫാസ്ടാഗ് പതിപ്പിക്കാത്ത വാഹനങ്ങൾക്ക് നിലവിൽ പ്രത്യേക ലൈൻ നൽകി ഇരട്ടി തുക ഈടാക്കി കടത്തിവിടാറുണ്ട്. വായ്പയിൽ വീഴ്ച വരുത്തിയവരെല്ലാം തട്ടിപ്പുകാരല്ല. വായ്പയെടുത്തവരുടെ ഭാഗം ബാങ്ക് കേൾക്കും. വായ്പയെടുത്ത് തിരിച്ചടവിൽ വീഴ്ച വരുത്തിയവരുടെ അക്കൗണ്ടുകൾ തട്ടിപ്പ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തും മുൻപ് അവരുടെ ഭാഗം കൂടി ബാങ്കുകൾ കേൾക്കണമെന്ന് റിസർവ് ബാങ്കിന്റെ പുതിയ മാസ്റ്റർ സർക്കുലർ. വായ്പയെടുത്തവർക്ക് അനുകൂലമായി 2023 മാർച്ചിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധിയിലുള്ളതാണ് ഈ വ്യവസ്ഥ. 2016 മാസ്റ്റർ സർക്കുലർ അനുസരിച്ച് ഉപയോക്താവിനെ അറിയിക്കാതെ തന്നെ ഇത് തട്ടിപ്പെന്ന ഗണത്തിൽപ്പെടുത്താമായിരുന്നു. ഈ സർക്കുലർ RBI റദ്ദാക്കി.
സ്ഥലമുടമ വിസമ്മതിച്ചാലും മൊബൈൽ ടവർ സ്ഥാപിക്കാം. സ്വകാര്യ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുകയോ ടെലികോം ലൈൻ വലിക്കുകയോ ചെയ്യുന്നത് അനിവാര്യമെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥലമുടമ വിസമ്മതിച്ചാലും ടെലികോം കമ്പനികൾക്ക് ജില്ലാ കലക്ടർമാർ വഴി അനുമതി ലഭിച്ചേക്കും. ടവർ അല്ലെങ്കിൽ കേബിൾ സ്ഥാപിക്കുന്നതിന് സ്ഥലമുടമയുമായി ധാരണയിലെത്താനായില്ലെങ്കിൽ ടെലികോം കമ്പനിക്ക് നിശ്ചിത പോർട്ടൽ വഴി കളക്ടർക്ക് അപേക്ഷ നൽകാം. അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയോ അപേക്ഷ തള്ളുകയോ ചെയ്യാം. നേരിട്ടോ തപാൽ വഴിയോ നോട്ടീസ് എത്തിക്കാനാകുന്നില്ലെങ്കിൽ പ്രദേശത്ത് പ്രചാരമുള്ള പത്രത്തിൽ നോട്ടീസിന്റെ ഉള്ളടക്കം പരസ്യമായി നൽകണം. ഉടമയ്ക്ക് എതിർപ്പും ആശങ്കയും ഉണ്ടെങ്കിൽ നോട്ടീസ് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. ഈ മറുപടി കൂടി പരിഗണിച്ച ശേഷം അടുത്ത 60 ദിവസത്തിനുള്ളിൽ അനുമതി നൽകണോ വേണ്ടയോ എന്ന് കളക്ടർക്ക് തീരുമാനിക്കാം.